വയനാടിനെ സംബന്ധിച്ച് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദുരന്തത്തിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും വോട്ടേഴ്സിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ഒത്തുചേരലിന്റെ ദിനം കൂടിയായി മാറി. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെല്ലാം നഷ്ടമായ ഇവർ ജില്ലയുടെ വിവിധ ഇടങ്ങളിലാണ് താമസിക്കുന്നത്. വോട്ട് വണ്ടി എന്ന പേരിൽ മുഴുവൻ വോട്ടേഴ്സിനെയും പോളിംഗ് ബൂത്തിലെത്തിക്കാൻ പ്രത്യേക വാഹന സൗകര്യം ഒരുക്കിയിരുന്നു. ദുരന്തം വിതച്ച ദിനങ്ങൾക്കിപ്പുറം മൊയ്തീനിക്കയും ഷഹർബാനും ആദ്യമായാണ് പരസ്പരം കാണുന്നത്. കണ്ട സന്തോഷത്തിൽ എന്ത് പറയണമെന്നറിയാതെ കുറെ പൊട്ടിക്കരഞ്ഞു. പഴയ കഥകൾ പറഞ്ഞു, പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. നമ്മളെ ജീവിതത്തിൽ ഒരു പാടാണ്, മറക്കാൻ കഴിയാത്ത ഒരു പാടാണ്. ഇതിന്റെ മുന്നേ ഉരുളുപൊട്ടിയപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ മനുഷ്യരായിട്ടുള്ളവർ ഇവിടെ വന്ന് ഒരു മാസമെങ്കിലും ജീവിക്കണം. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലഹിക്കുന്ന ഇവിടെ അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും കലഹിക്കുന്ന ഒരു നാടാണ്. ഞങ്ങൾക്ക് മതവും ജാതിയും ഒന്നുമില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ഇലക്ഷന് അതാത് ഇതില്ല, അത് ഒരു മൗലിക അവകാശമാണല്ലോ വോട്ട് എന്നുള്ളത്. ഇവരെ പോലെ നിരവധി പേരെയാണ് അട്ടമലയിലെയും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ബൂത്തുകളിൽ കാണാനായത്. പ്രതിസന്ധികളെ അതിജീവിച്ച ശ്രുതി ഉച്ചയോടെ അട്ടമല ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും വോട്ട് രേഖപ്പെടുത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണെന്ന് ശ്രുതി. അല്ല, നമുക്ക് എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇനി മുന്നോട്ട് വരാൻ ഒരാളുണ്ടാവുമല്ലോ, ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും കൂടെ വന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതായിരുന്നു. എല്ലാരും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ വന്ന, എല്ലാരും കണ്ടു, സന്തോഷം. പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും സ്വറ പറഞ്ഞും എല്ലാമാണ് ഓരോരുത്തരും ബൂത്തുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയത്. ജില്ലാ ഭരണകൂടം പ്രത്യേകം തയ്യാറാക്കിയ വോട്ട് വണ്ടിയിലാണ് ഈ ബൂത്തുകളിലെ വോട്ടർമാർ എത്തിയത്. വെളുത്ത റോസാപ്പൂക്കൾ നൽകിയാണ് ഇവരെ ഉദ്യോഗസ്ഥർ വരവേറ്റത്. ജാതിമത വേർതിരിവില്ലാതെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആയിരങ്ങളാണ് ഇന്ന് ഉരുൾപൊട്ടലിൽ വിവിധ ഇടങ്ങളിലായി കഴിയുന്നത്. അതിനാൽ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം ഇവർക്ക് കുടുംബ സംഗമം കൂടിയായി. ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഓരോ വോട്ടർമാർക്കും സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ദിനങ്ങൾ കൂടിയാണ്. ക്യാമറമാൻ മുഹമ്മദ് യഹ്യക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.